മംഗളൂരു ഉള്ളാൽ കോടിക്കർ സഹകരണ ബാങ്കിലെ കവർച്ചയിൽ അറസ്റ്റ്. 3 പേർ തമിഴ്നാട്ടിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. പ്രതികളിൽ നിന്ന് കവർച്ചയ്ക്കന്ന് ഉപയോഗിച്ച തോക്കുകളും മോഷണത്തിനായി ഉപയോഗിച്ച കാറും കണ്ടെത്തിയിട്ടുണ്ട്. കെ.ബി. ശ്രീധരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, സ്വർണവും പണവും അടക്കം 12 കോടി മൂല്യം വരുന്ന മുതലുകളാണ് അന്ന് ആ ഉള്ളാൽ സഹകരണ ബാങ്കിൽ നിന്നും കടത്തിക്കൊണ്ടുപോയത്. ഇവർ ഇനിയും പിടിയിലാകാൻ ആളുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പോലീസ് എന്താണ് പറയുന്നത്? തിരുനെൽവേലി കേന്ദ്രീകരിച്ച ബോംബെ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് തിരുനെൽവേലിയിൽ നിന്ന് പിടിയിലായത്. ഇതിൽ 2 പേർ ബോംബെ സ്വദേശികൾ, ഒരാൾ തിരുനെൽവേലി സ്വദേശിയാണ്. ഏതായാലും 5 പേരാണ് ഈ സംഘത്തിലുണ്ട് എന്ന് പോലീസ് പറയുന്നത്. ദൃശ്യങ്ങൾ തന്നെ, CCTV ദൃശ്യങ്ങൾ തന്നെ ഈ പ്രതികൾ ബാങ്കിലെത്തുന്നതും കവർച്ച നടത്തുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇതിനുശേഷം കേരളത്തിലേക്ക് കടന്ന് കേരളം വഴിയാണ് ഇവർ തിരുനെൽവേലിയിലേക്ക് രക്ഷപ്പെട്ടത്. അവിടെ എത്തി കർണാടക പോലീസ്, തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ 3 പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. ഇവരെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പിടിയിലാവുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ നിന്ന് ഈ തോക്കുകളും അതുപോലെ തന്നെ വടിവാളുകൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയാണ് ഇവർ ലോക്കറിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും അവിടെ ഉണ്ടായിരുന്ന 5 ലക്ഷം രൂപയും ഒക്കെ കവർന്നത്. ഏതായാലും ഈ കർണാടക പോലീസിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയ ഒരു കേസിലാണ് ഇപ്പോൾ 3 ദിവസത്തിന് ശേഷം പ്രതികളെ പിടികൂടാൻ ആയിട്ടുള്ളത്. ഏതായാലും ഈ പ്രതികളെ മംഗലാപുരം കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. ഇവരിൽ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരം അനുസരിച്ച് ഈ കവർന്ന സ്വർണത്തെ സംബന്ധിച്ചും പണത്തെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇവരിൽ നിന്ന് ആയുധങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോഴും ഇതിന് തൊട്ടു മുൻപ് ബീദറിലുണ്ടായ ATM കവർച്ചാ കേസിൽ ഇതുവരെ ഒരു തുമ്പും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ആ കേസിലും ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഛത്തീസ്ഗഡ് കേന്ദ്രീകരിച്ചുള്ള ഒരു കവർച്ചാ സംഘമാണ് അതിന് പിന്നിൽ എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. നിലവിലേതായാലും ഈ മംഗളൂരു കേസിൽ ഈ 3 പ്രതികളെ പിടികൂടാനായി അല്ലെങ്കിൽ പിടികൂടാനായത് മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയായി മാത്രം പോലീസിന് ഇപ്പോൾ പറയാനാകും. ഏതായാലും നിലവിൽ ഈ 3 പേർ പിടിയിലായിട്ടുണ്ട്. ഇവർ ഇപ്പോൾ മംഗളൂരു പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്.